ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജി ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning. യൂണിഫോം ആക്സലറേഷൻ. യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? നിങ്ങൾ പറയും സാർ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ കോൺസ്റ്റന്റ്, എ കോൺസ്റ്റന്റ്. സോ ഒരു ബോഡിയുടെ, ഇതൊരു ബോഡിയാണ്, അതിനെ ഭൂമിയാണെങ്കിൽ താഴേക്ക് വെച്ചിടാൻ പോവാണ്. ബോഡി താഴേക്ക് വീഴാൻ പോവാണ്. അപ്പോൾ ആക്സലറേഷൻ എത്രയാണ്? നിങ്ങൾ പറയും സാർ അത് 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ആക്സലറേഷൻ എത്രയാണ്? 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെ 10 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ മീനിങ് എന്താണ്? ഓരോ സെക്കൻഡ് കഴിയുന്തോറും വെലോസിറ്റി എത്ര വെച്ച് കൂടും? 10 വെച്ച് കൂടും. വെലോസിറ്റി 10 വെച്ച് കൂടും. കണ്ടോ? വെലോസിറ്റി എത്ര വെച്ച് കൂടി? ഓരോ സെക്കൻഡ് കഴിയുന്തോറും വെലോസിറ്റി 10 വെച്ച് കൂടിക്കൊണ്ടിരിക്കും. ഈ വര കണ്ടത് കൂടിക്കൊണ്ടിരിക്കുന്നതല്ല. ഓക്കെ, 10 വെച്ച് എന്ത് ചെയ്യും? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കും. ബോഡി എന്ത് ചെയ്യാൻ പോവാണ്? താഴേക്ക് വീഴുകയാണ്. സോ വെലോസിറ്റിയുടെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്ര വെച്ചാൽ കൂടുന്നത്? ക്രമമായിട്ടാണ് കൂടുന്നത്. കണ്ടോ? ഇവിടെ 10 കൂടിയെങ്കിൽ ഇവിടെയും 10, ഇവിടെയും 10 വെച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സലറേഷൻ. ആക്സലറേഷൻ എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അല്ല ആദ്യം 10, പിന്നെ 20, പിന്നെ 5 അങ്ങനെ പോയേ അല്ല. എപ്പോഴും 10 ആണ്. എപ്പോഴും 10 വെച്ചാണ് കൂടുന്നത്. സോ നമ്മൾ പറയും യൂണിഫോം ആക്സലറേഷൻ. വേഗത അല്ലെങ്കിൽ വെലോസിറ്റി ക്രമമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരേപോലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫോം ആക്സലറേഷൻ. മനസ്സിലായോ? അടുത്തെന്താ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. എൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ട്, ഞാൻ എടുത്ത് എറിയാൻ പോവുകയാണ്, മുകളിലേക്ക് എടുത്ത് എറിയാൻ പോവുകയാണ്. സോ കല്ല് മുകളിലേക്ക് എടുത്ത് എറിയുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ വേഗത കുറഞ്ഞു വരും. അതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ. വേഗത എത്രയാണ്? ആക്സലറേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു -10 മീറ്റർ/സെക്കൻഡ്. കാര്യം എന്താണ്? ആക്സലറേഷൻ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. നേരത്തെ കേസിലാണെങ്കിലോ കല്ല് താഴേക്ക് വീഴുമ്പോഴോ വെലോസിറ്റി ഇങ്ങോട്ടാണ്, ആക്സലറേഷനും അങ്ങോട്ടാണ്. സോ വെലോസിറ്റിക്ക് സെയിം ഡയറക്ഷനാണ് ആക്സലറേഷൻ. അതുകൊണ്ട് പോസിറ്റീവ് എടുത്ത് നമ്മൾ കണ്ടോ? വെലോസിറ്റിയുടെ സെയിം ഡയറക്ഷനിലാണ് ആക്സലറേഷൻ എങ്കിൽ പോസിറ്റീവാണ്. വെലോസിറ്റി നേരത്തെ മുകളിലേക്കാണ്, ഇപ്പോൾ മുകളിലേക്ക് എടുത്തെറിയാൻ പോവുകയാണ്. വെലോസിറ്റി മുകളിലേക്കാണ്, പക്ഷേ ഭൂമി അങ്ങോട്ടാണ് വലിക്കുന്നത്, എപ്പോഴും താഴേക്കാണ് വലിക്കുന്നത്. സോ ആക്സലറേഷൻ എന്താണ്? നെഗറ്റീവാണ്. മനസ്സിലായോ? സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. സാർ നേരത്തെ പറഞ്ഞു സാറാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് എന്ന് പറഞ്ഞു, ഇവിടെയാണെങ്കിൽ നേരത്തെ എടുത്തപ്പോൾ എന്താണ് പോസിറ്റീവ് എടുക്കാൻ കാരണം എന്താണ്? സംശയം തോന്നും. കാര്യം എന്താണ്? കാര്യം നോക്ക്, ആക്സലറേഷൻ ആണെങ്കിൽ താഴേക്ക് പോകുമ്പോൾ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. എങ്ങോട്ടാണ് വെലോസിറ്റി നോക്കുക? വെലോസിറ്റി എപ്പോഴും പോസിറ്റീവാണ്. വെലോസിറ്റിക്ക് എതിരെയാണ് ആക്സലറേഷൻ എങ്കിൽ, ആക്സലറേഷൻ നെഗറ്റീവാണ്. വെലോസിറ്റിക്ക് അതേ ഡയറക്ഷനാണ് ആക്സലറേഷൻ എങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവാണ്. മനസ്സിലായോ? സോ ഇവിടെ വെലോസിറ്റിക്ക് എതിരെയാണോ? വെലോസിറ്റിക്ക് എതിരെയാണ്. സോ എന്താണ്? റിട്ടാർഡേഷൻ ആണ്. ഈ കല്ല് ഏറ്റവും മുകളിൽ പോയി റെസ്റ്റായി, ഇനി താഴേക്ക് വീഴുമ്പോൾ എന്തോ ചെയ്യും? വെലോസിറ്റി എങ്ങോട്ടാണ്? താഴേക്കാണ്. കല്ല് താഴേക്ക് വീഴാൻ പോവുകയാണ്, വെലോസിറ്റി താഴേക്കാണ്. ആക്സലറേഷൻ എങ്ങോട്ടാണ്? ആക്സലറേഷൻ താഴേക്കാണ്. അപ്പോൾ നമ്മൾ എന്തെടുക്കും? പോസിറ്റീവ് ആക്സലറേഷൻ എടുക്കും. മനസ്സിലായോ? സോ നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി. വെലോസിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴും വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ വെലോസിറ്റിക്ക് എതിരെയാണ് ആക്സലറേഷൻ എങ്കിൽ ആക്സലറേഷൻ നെഗറ്റീവാണ്. വെലോസിറ്റി അതേ ഡയറക്ഷനാണ് ആക്സലറേഷൻ എങ്കിൽ ആക്സലറേഷൻ പോസിറ്റീവാണ്. സോ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് റിട്ടാർഡേഷൻ.
ആ റിട്ടാർഡേഷൻ സംഭവിക്കും, എന്ത് ചെയ്യും, വെലോസിറ്റി വാല്യൂ എന്ത് ചെയ്യും, ക്രമമായിട്ട് കുറഞ്ഞ് അവസാനം 0 ആകും. TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഫോക്കസ് ഏരിയ മാത്രം പഠിച്ചതുകൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പ്രയാസമാകുമോ എന്ന ഡൗട്ട് ഇനി വേണ്ട. നിങ്ങൾക്കൊപ്പമുണ്ട് ടെല്ല ക്ലാസസ്. ജോയിൻ ചെയ്യൂ ടെല്ലയുടെ മാസ്റ്റർ പ്രോഗ്രാമിൽ. നീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യൂ വെറും 40 ആഴ്ചകൾ കൊണ്ട്. ബെസ്റ്റ് സ്ട്രാറ്റജിക് ടൈം ടേബിൾ, കേരളത്തിലെ തന്നെ മികച്ച എക്സ്പീരിയൻസ് ടീച്ചർമാരുടെ ലൈവ് ക്ലാസുകൾ, NCERT സിലബസ് കൃത്യമായി ഫോളോ ചെയ്യുന്ന ഷെഡ്യൂൾ ക്ലാസുകൾ, റിവിഷൻ ക്ലാസുകൾ, ഡീറ്റെയിൽ സൊല്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ബാങ്ക്, ഡെയിലി പ്രാക്ടീസ് സെഷനുകൾ, ലൈവ് ടെസ്റ്റ്, മോക്ക് ടെസ്റ്റുകൾ, പേഴ്സണൽ മെന്റർഷിപ്പ് അടക്കം നിങ്ങളെ നീറ്റ് ചാലഞ്ച് ഈസിയായി ഫേസ് ചെയ്യാൻ തയ്യാറാക്കുന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതെല്ലാം കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ വെറും 12,500 രൂപയ്ക്ക്. ഉയർന്ന കോഴ്സ് ഫീസും ഹോസ്റ്റൽ ഫീസും ഇനി നിങ്ങളുടെ നീറ്റ് സ്വപ്നങ്ങൾക്ക് തടസ്സമാകില്ല. എൻട്രൻസ് കോച്ചിംഗ് മേഖലയിലെ സാമ്പത്തിക അസമത്വം മറികടന്നുകൊണ്ട് നീറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഇനി ലേറ്റ് ആക്കണ്ട, ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ചാപ്റ്ററുകൾ ചെക്ക് ചെയ്തോളൂ. TELLA, we simplify learning.